പരിശുദ്ധ റമദാനിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചു. ജുമുഅയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. രണ്ട് ഭാഗങ്ങളിൽ ഒന്നാണ് ഖുതുബ. ഖുതുബക്ക് നേരത്തെ പള്ളിയിലെത്തണം. ജുമുഅക്ക് നേരം വൈകി വരിക എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ്. നേരത്തെ തന്നെ പള്ളിയിലെത്തണം. എത്രയെന്ന് മാത്രമല്ല, ഇദാ സഅദൽ ഖതീബു അലൽ മിമ്പർ, ഖതീബ് മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫലാ യതകല്ലമന്ന അഹദുൻ, ഒരാളും സംസാരിച്ചു പോകരുത്. കുട്ടികളും വലിയവരും ഒക്കെ ശ്രദ്ധിക്കണം. ഒരാളും ഒരു അക്ഷരം പോലും പറയാൻ അല്ലാഹു തആല അനുവാദം നൽകിയിട്ടില്ല. ഇങ്ങനെ ഒരു സദസ്സ് ലോകത്ത് ഒരിടത്തും ഉണ്ടാവില്ല, നമ്മുടെ ജുമുഅ അല്ലാതെ. അങ്ങനെ ആരെങ്കിലും ഒരക്ഷരമെങ്ങാനും സംസാരിച്ചാൽ ഫലാ ജുമുഅത്തല, അയാൾക്ക് ജുമുഅ ഇല്ല എന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ പ്രധാനപ്പെട്ട ഒരു അമലാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേറെ പ്രധാനപ്പെട്ട ഒരു അമലിലാണ് നോമ്പ് എന്ന് പറയുന്ന ഒരു അമലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുപോലെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫിനെ കരുതാത്തവർ കരുതണം. പള്ളിയിൽ എപ്പോൾ കയറിയാലും കരുതണം. ഇഅ്തികാഫ് എന്ന നിയ്യത്തോടു കൂടി കുത്തിരിക്കുന്നവരാണ്. അതിലേറെ പ്രധാനപ്പെട്ട വെള്ളിയാഴ്ചയിലാണ്. അങ്ങനെ ഒരുപാട് മഹത്വമുള്ള ഒരു സന്ദർഭത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ എല്ലാ പ്രതിഫലത്തോടും കൂടി നമ്മുടെ ഈ അമലുകളെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് രേഖപ്പെടുത്തുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഷഹ്റു സ്വബർ, സ്വബറിൻ്റെ മാസമാണ്. നോമ്പ് റമദാൻ, നോമ്പിനെ കുറിച്ചല്ല, റമദാനെ കുറിച്ച്. റമദാൻ സ്വബറിൻ്റെ മാസമാണ്. വസ്വബറു സവാബുഹുൽ ജന്ന, സ്വബറിൻ്റെ പ്രതിഫലമോ അത് സ്വർഗവുമാണ്. സ്വബറുള്ളവർക്ക് ലഭിക്കുക സ്വർഗമാണ്. സ്വബർ സ്വായത്തമാക്കേണ്ട, പ്രാക്ടീസ് ചെയ്യേണ്ട മാസമാണ് റമദാൻ. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്നല്ലാഹ മഅസ്വാബിരീൻ, അള്ളാഹു സ്വബറുള്ളവരോടൊപ്പമാണ്. അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ സഹായവും ഉള്ളത് സ്വബറുള്ളവർക്കാണ്. സ്വബറുള്ളവർക്ക് വബശ്ശിരി സ്വാബിരീൻ, സ്വബറുള്ളവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഇങ്ങനെ തുടങ്ങി സ്വബറിനെ സംബന്ധിച്ച് ഖുർആനിൽ പലയിടങ്ങളിൽ പരിശുദ്ധ റസൂലിൻ്റെ ഹദീസിലും വളരെ വ്യക്തമായി സവിസ്തരം പറഞ്ഞിട്ടുള്ള ഒന്നാണ് സ്വബർ. മാത്രമല്ല, അസ്വബറു നിസ്ഫുൽ ഈമാൻ എന്ന് നമ്മൾ പറയാറില്ലേ? ചെറിയ കുട്ടിയാകുമ്പോൾ മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അസ്വബറു നിസ്ഫുൽ ഈമാൻ, സ്വബർ ഈമാനിൻ്റെ പകുതിയാണ്. ഈമാൻ രണ്ട് ഭാഗമാക്കിയാൽ അതിലൊരു ഭാഗം സ്വബറാണ്. അസ്വബറു നിസ്ഫാനി, സ്വബർ രണ്ട് ഭാഗമുണ്ട്, രണ്ടെണ്ണമുണ്ട്, രണ്ട് പാർട്ടാണ്, രണ്ട് പകുതിയായിട്ടുണ്ട്. അല്ല, ഈമാൻ അല്ല, ഈമാനു നിസ്ഫാനി, ഈമാൻ രണ്ട് പകുതിയാണ്. നിസ്ഫുൻ സ്വബർ, ഒരു പകുതി സ്വബറാണ്. വനിസ്ഫുൻ ശുക്ർ, മറ്റേ പാതി ശുക്റാണ്. അപ്പോൾ എന്താണ് സ്വബർ, എന്താണ് ശുക്ർ? ഞാൻ സ്വബർ 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 എന്നേ പറഞ്ഞുള്ളൂ. എന്താണ് സ്വബർ എന്ന് ഇപ്പോഴും പറഞ്ഞില്ല. സ്വബറിൻ്റെ മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വബർ എന്ന് പറയുന്നത് ഒരു ഭാഗം സ്വബറ എന്ന് പറഞ്ഞല്ലോ. സ്വബർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയും ക്ഷമിക്കുക. അത് സ്വബറിൻ്റെ വളരെ ചെറിയ ഒരു അർത്ഥം മാത്രമാണ്, ക്ഷമിക്കുക എന്നുള്ളത്. കുറച്ചും കൂടെ ആഴമുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ സഹിക്കുക എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിനെ ഈമാനിനെ രണ്ട് പാർട്ടാക്കുമ്പോൾ ഒരു ഭാഗം അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളിൽ സഹിക്കാനുള്ള മനസ്സ്, ആ മനസ്സ് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ഈമാനിൻ്റെ പകുതി സ്വായത്തമാക്കി. മറ്റേ പകുതി അള്ളാഹിന് ശുക്ർ ചെയ്യാൻ, അള്ളാഹുവിന് വഴിപ്പെടാനുള്ള പകുതിയാണ്. അഥവാ ശുക്ർ ചെയ്യുക, അമൽ സ്വാലിഹാത്ത് ചെയ്യുക. അപ്പോൾ ഈമാനിൻ്റെ രണ്ടാമത്തെ പാർട്ടുമായി പ്രഭു സുബ്ഹാനഹു വ തആല
സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരാൾക്ക് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചാൽ യുസിബുഹു, അവനെ അല്ലാഹു തആല വല്ലാതെ പരീക്ഷിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഓതി വെച്ച ആയത്തിൽ സൂറത്തുൽ ബഖറയുടെ അൽ ബഖറയുടെ 105-ാമത്തെ ആയത്താണ്, 155-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വലനബ്ലുവന്നക്കും, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കും. നിങ്ങളെ ഞാൻ പരീക്ഷിച്ചേക്കാം, അങ്ങനെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു ഡൗട്ടുമില്ല. വലനബ്ലുവന്നക്കും ബിശൈഇൻ, ചില വസ്തുക്കളാൽ, ചില കാര്യങ്ങളാൽ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷ നടത്താതെ ഒരാളെയും അള്ളാഹു വിജയിപ്പിക്കുന്ന പ്രശ്നമില്ല. സ്വർഗത്തിൽ പോകണോ, ദുനിയാവിലെ കടുത്ത പരീക്ഷയെ നമ്മൾ നേരിടണം. ഏതൊക്കെ കാര്യങ്ങളാൽ പരീക്ഷിക്കാം? മിനൽ ഖൗഫ്, ഒന്ന് ഭയം, ഭീതി. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, അത്രമേൽ ഭീതിയിലും വെപ്രാളത്തിലുമാണ് ഇന്ന് ആഗോളതലത്തിലും ഇന്ത്യയിലും മുസ്ലിമീങ്ങൾ കഴിയുന്നത്. അതുപോലെ പിന്നെ വൽ ജൂഇ, പട്ടിണി കൊണ്ട്, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കാം. ഗസയിലേക്കൊക്കെ ഒന്ന് എത്തി നോക്കിയാൽ മതി. കുടിക്കാൻ വെള്ളമില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മക്കള് പറന്നു വരുന്ന വിമാനത്തിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടുമോ എന്നാലോചിച്ച് കണ്ണാകാശത്തേക്ക് നട്ടുകൊണ്ട് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് മക്കൾ ഇന്നും ഗസയിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അങ്ങനെയും അള്ളാഹു പരീക്ഷിക്കാം. വനഖസിം മിനൽ അംവാൽ, നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകാം, സാമ്പത്തിക നഷ്ടം സംഭവിക്കാം. ഇപ്പോൾ നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണത്. ഗൾഫ് നാടുകളിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നത്തിൻ്റെ പ്രതിധ്വനി നമ്മുടെ അടുക്കളയിൽ വരെ എത്തുകയാണ്. റബ്ബ് കാക്കുമാറാകട്ടെ. അത് ഗൾഫിനെ മാത്രം ബാധിക്കുന്നതല്ല, GCCയെ മാത്രം ബാധിക്കുന്നതല്ല, നമ്മുടെ അടുക്കളയെ വരെ ബാധിക്കുന്നതാണ് ഇന്ന് അറബ് നാടുകളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി. അള്ളാഹു പരീക്ഷിക്കും. ഇപ്പം നമ്മൾ വലിയ കാര്യമായിട്ട് ദുആ ചെയ്യുന്നതും നമ്മൾ വേവലാതിപ്പെടുന്നതും എന്തിനാ? അള്ളാഹിൻ്റെ പരീക്ഷണം എന്നുള്ള കണക്കല്ല, നമ്മളെ കഞ്ഞിമുട്ടോ എന്നുള്ള ഭയമാണ്. അതാണ് ഒട്ടുമിക്ക ആളുകൾക്കും. നമ്മൾ എടങ്ങാറായി പോകുമോ എന്ന ഭയം. അല്ലാഹു തആല പറയുന്നു, നിങ്ങളെ നാം പരീക്ഷിക്കും. വൽ അംഫുസി, നിങ്ങളുടെ ശാരീരികമായി കുറയാം, അംഗബലം കുറയാം, ആളുകൾ കൊല്ലപ്പെടാം, കുട്ടികൾ വധിക്കപ്പെടാം, അങ്ങനെയും നിങ്ങളെ നാം പരീക്ഷിക്കും. വസ്സമറാത്തി, നിങ്ങളുടെ കാർഷിക വിളകൾ നശിപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരാം. ലോകത്ത് ഇന്ന് മുസ്ലിമീങ്ങൾ ഈ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായും അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് വരുമെന്നാണ്. നമുക്കിതൊന്നും വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല. എന്തേ അള്ളാഹു തആല ഗസയിൽ ആളുകൾക്ക് മാത്രം ഉള്ളതാണോ ഈ പരീക്ഷണം? അല്ലെങ്കിൽ ഏതെങ്കിലും അറബ് രാഷ്ട്രങ്ങളിൽ ഉള്ളവർക്കാണോ പരീക്ഷണം? മുസ്ലിമാണോ, മുഅ്മിനാണോ, ഖുർആനിൽ വിശ്വസിക്കുന്നവരാണോ, അവരെ മുഴുവനും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞു. വബശ്ശിരിസ് സ്വാബിരീൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുമ്പോൾ സ്വബറുള്ളവർക്ക്, അവിടെയും പറയുന്നു സ്വബറുള്ളവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന നബിയെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആയത്ത് കാണാം. റബ്ബനാ അഫ്രിഗ അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബനാ, ഞങ്ങളുടെ നാഥ, അഫ്രിഗ അലൈനാ സബ്റൻ, ഞങ്ങൾക്ക് നീ സ്വബർ ചൊരിഞ്ഞു തരണേ. ഞങ്ങളെ കൽബിലേക്ക് സ്വബർ ഇങ്ങനെ ചൊരിഞ്ഞു തരണേ. വസബ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ പാദങ്ങളെ, ഞങ്ങളുടെ കാലുകളെ പതറാതെ നീ കാത്തോളണേ, ഉറപ്പിച്ചു നിർത്തണേ. അപ്പം എന്താ സ്വബർ? എപ്പോഴാ ഈ ദുആ വന്നത്? ജാലൂത്തിൻ്റെയും താലൂത്തിൻ്റെയും സൈന്യം ഏറ്റുമുട്ടുകയാണ്.
അത് വലിയ കഥയായി സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ജാലൂത്തും താലൂത്തും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ജാലൂത്ത് എന്ന് പറയുന്ന ധിക്കാരിയായ മനുഷ്യൻ, ഇപ്പുറത്ത് താലൂത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വാസികൾ, രണ്ടു കൂട്ടരും മുഖാമുഖം എത്തിപ്പെടുമ്പോൾ വിശ്വാസികൾ വളരെ തുച്ഛമാണ്. അതിൽ തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾ പിന്തിരിഞ്ഞു. ആ ഘട്ടത്തിൽ ഈമാനോട് കൂടെ ഉറച്ചു നിന്ന ആളുകൾ റബ്ബിനോട് പ്രാർത്ഥിച്ചതാണ്, റബ്ബന, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, അഫ്രിഗ് അലൈനാ സ്വബ്റൻ, ഞങ്ങൾക്ക് നീ സ്വബർ ചൊരിഞ്ഞു തരണേ, വസഖ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ. ശത്രുവിൻ്റെ പരാക്രമണം ഉണ്ടാകുമ്പോൾ പേടിപ്പോകുന്ന, വിറച്ചു പോകുന്ന, കാലിടറിപ്പോകുന്ന ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ല എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം എന്താ സ്വബർ? അള്ളാഹിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരീക്ഷണങ്ങളിൽ പതറാതെ നിൽക്കാനുള്ള മനക്കരുത്തില്ലേ, ഈമാനിൻ്റെ കരുത്ത്, അതാണ് മുഅ്മിനീങ്ങളെ സ്വബർ. അതാണ് ഖുർആൻ പറഞ്ഞ സ്വബർ. ആ സ്വബർ നമുക്കുണ്ടാകണം. അങ്ങനെ സ്വബർ വന്നാൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അവർക്കങ്ങനെ വല്ല സ്വബറും ഏറ്റാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. നമ്മളിത് മരിച്ചാൽ മാത്രം പറയുന്ന ഒരു ദിക്റാക്കി മാറ്റി, ഒരു മരണവാർത്ത കേട്ടാൽ ചൊല്ലുന്ന ഒരു ദിക്റാക്കി നമ്മളതിനെ ചുരുക്കി. സത്യവിശ്വാസികൾക്ക് മുസീബത്തുകൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ അവർ പറയുകയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ അതിൻ്റെ അർത്ഥം? അത് ഒരു സ്വയം മോട്ടിവേറ്റ് ചെയ്യലാണ്. ഞങ്ങളെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഇന്നാ ലില്ലാഹ്, ഞങ്ങളെല്ലാം അള്ളാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരുമാണ് എന്ന് നമ്മൾ സ്വയം പറയുകയാണ് ഇന്നാ ലില്ലാഹിയിലൂടെ. അപ്പോൾ പരീക്ഷണങ്ങൾ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് റമദാൻ 16ാമത്തെ നോമ്പിലാണുള്ളത്. ഇന്നിൻ്റെ രാത്രിയിൽ 17ൻ്റെ രാത്രിയിലാണ് ഹിജ്റ 2-ാം വർഷത്തിൽ ബദറിൽ മഹാന്മാരായ സഹാബത്ത് ബദരീങ്ങൾ ശത്രുക്കളെ ഏറ്റുമുട്ടിയത്. നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല, ആ ചരിത്രം അയവിറക്കാതിരിക്കാൻ കഴിയില്ല. ഉജ്ജ്വലമായ പോരാട്ടം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏതായാലും അവരുടെ സ്വബറിൻ്റെ ഫലമാണ് അല്ലാഹു തആല അവർക്ക് വിജയം നൽകിയത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇംറാനിൽ നമുക്ക് കാണാം, വകഅയ്യിൻ മിൻ നബിയ്യിൻ, എത്ര നബിമാരാണ് കഴിഞ്ഞു പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാ, വകഅയ്യിൻ മിൻ നബിയ്യിൻ, എത്ര നബിമാരാ കഴിഞ്ഞു പോയത്. ഖാതല മഅഹു റിബ്ബിയൂന കസീർ, ആ നബിമാരോടൊപ്പം ധാരാളം ഭക്തജനങ്ങൾ അടിയുറച്ചു നിന്ന് പോരാടിയിട്ടുണ്ട്. അവർ പതറിയിട്ടില്ല. ഫമാ വഹനു, അപ്പോൾ അവർ തളർന്നിട്ടില്ല. വമാ ലഅഫു, അവർ ദുർബലരായിട്ടില്ല. വമസ്തകാനു, അവരാരും ശത്രുക്കളുടെ മുന്നിൽ കീഴടങ്ങിയിട്ടുമില്ല. അവർ ശത്രുക്കളുടെ മുന്നിൽ കീഴടങ്ങിയിട്ടുമില്ല. വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, അങ്ങനെ കീഴടങ്ങാതെ സബറോട് കൂടി നിലനിൽക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, വലിയ പരീക്ഷണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അറബ് രാഷ്ട്രങ്ങൾക്ക് ദിശാബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു രാഷ്ട്രം, 1-2 രാഷ്ട്രം, അഭിനവ ഫിർഔനുമാർ ആണവായുധത്തിൻ്റെ പേരിൽ എങ്ങനെ 10ഓളം ആണവായുധം ഇറാനിൻ്റെ കയ്യിലുണ്ടത്രേ. അപ്പുറത്ത് ഇസ്രായേലിൻ്റെ കയ്യിൽ 10-400. അപ്പം എത്ര ഇരട്ടിയായി? ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട്, അമേരിക്കയുടെ കയ്യിൽ ആണവായുധമുണ്ട്, റഷ്യയുടെ കയ്യിലുണ്ട്, ജർമ്മനിയുടെ കയ്യിലുണ്ട്, ബ്രിട്ടൻ്റെ കയ്യിലുണ്ട്. ഇതൊന്നും പ്രശ്നമല്ല. ഒരു മുസ്ലിം രാഷ്ട്രം, അവർ ഷിയ ആകട്ടെ സുന്നി ആകട്ടെ ആരുമാകട്ടെ, ഒരു മുസ്ലിം രാഷ്ട്രം ആണവായുധം കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ് അത് നിരന്തരമായി അതിൻ്റെ 100 ഇരട്ടി കയ്യിൽ വെച്ചിട്ടുള്ള ആളുകൾ ഈ കാര്യം പറഞ്ഞ് നിരപരാധികളായ 100 കണക്കിന് 1000 ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു തല്ലാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്തേ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്? ഐക്യമില്ലാതായിപ്പോയി, കെട്ടുറപ്പില്ലാതായിപ്പോയി, ദുനിയാവിൻ്റെ പളപളപ്പിൽ അഭിരമിച്ചു പോയി സത്യവിശ്വാസികൾ. അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു 65 ലക്ഷം ആളുകളെ ഉള്ളൂ. ലോകത്ത് മൊത്തം 3 കോടി ജൂതന്മാരേ ഉള്ളൂ. ലോകത്ത് 250 കോടി 200 കോടി മുസ്ലിങ്ങളുണ്ട്. 200 കോടി മുസ്ലിങ്ങൾ 200 കോടി മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് കേവലം 3 കോടി മാത്രമുള്ള ഒരു സമൂഹത്തെ നേരിടാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല?
ആൾബലം കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ സഹായം. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് ബദർ. ബദറിലെ ആൾബലം എത്രമായിരുന്നു? ആയുധപത്രം എത്രയായിരുന്നു? അവരുടെ സന്നദ്ധതയാണ്, ഡെഡിക്കേഷനാണ്, അവരുടെ ഈമാനാണ്, അവരുടെ സ്വബറാണ്, പതറാത്ത സ്വബർ. പ്രിയമുള്ളവരെ, മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ട് ഒരു ചതിമാർഗത്തിലൂടെ ശത്രുക്കൾ പിടിക്കുകയാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവർ കെട്ടിയിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. മർദ്ദിച്ചിട്ട് അവർ പറഞ്ഞു, ഖുബൈബിനോട് പറഞ്ഞു, ഖുബൈബേ, ചരിത്രത്തിൽ പല നിലക്കും കാണാൻ കഴിയും, ഖുബൈബേ, മുഹമ്മദ് എവിടെയാണ് എന്നൊന്ന് അറിയിച്ചാൽ മതി. മുഹമ്മദിനെതിരെ നീ ഒരു ചാരനായി പ്രവർത്തിച്ചാൽ മതി, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം ഖുബൈബേ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലിനെ കൊല്ലുന്നത് പോയിട്ട് റസൂലിൻ്റെ ഒരു രോമം തൊടുന്നത് പോലും ഞാൻ സമ്മതിക്കുകയില്ലടാ എന്ന് പറഞ്ഞ് തൂക്കുമരത്തിലേക്ക് നടന്നു പോവുകയാണ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു. എന്തൊരു സബറായിരുന്നു അവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ. അവർ ചോദിച്ചു, ഖുബൈബേ, അന്ത്യാഭിലാഷം എന്തെങ്കിലും? ഒരാളെയും വധിക്കപ്പെടുമ്പോൾ ചോദ്യം ഉണ്ടാകുമല്ലോ, അവസാനമായി എന്തെങ്കിലും ഒരു ആഗ്രഹം. ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. അവർ സമ്മതിച്ചു, ഓക്കെ, നിസ്കരിച്ചോളൂ. അങ്ങനെ നിസ്കരിക്കാൻ വിട്ടു. പെട്ടെന്ന് വുളൂ ചെയ്ത് 2 റക്അത്ത് വളരെ വേഗത്തിൽ നിസ്കരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വന്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിസ്കരിച്ചിട്ട് മതിയായിട്ടില്ല, എൻ്റെ റബ്ബുമായി മുനാജാത്ത് നടത്തിയിട്ട് മതിയായിട്ടില്ല. പക്ഷേ ഞാനെങ്ങാനും ദീർഘനേരം ഞാൻ നിസ്കരിച്ചാൽ അത് മരണത്തെ ഭയന്നുകൊണ്ടാണെന്നും നിങ്ങളുടെ തൂക്കുമരം ഭയപ്പെട്ടുകൊണ്ടാണെന്നും നിങ്ങൾ വിചാരിക്കുമെന്ന് കരുതിയാണ് ഞാൻ നിസ്കാരം എളുപ്പം അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ കഴുമരത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നിമിഷകവിയായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പാടിയത് ചരിത്രത്തിലുണ്ട്, വലസ്തു ഉബാലി ഹീന ഉഖ്താല മുസ്ലിമാ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ വലസ്തു ഉബാലി ഹീന ഉഖ്താല മുസ്ലിമാ. ഇനി ഒരു മുസ്ലിമായി മരിക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല, മുസ്ലിമായി മരിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല, എങ്ങനെ മരിച്ചാലും ഞാൻ അള്ളാഹുവിലേക്ക് എത്താനുള്ളവനാണ് എന്ന കവിത ചൊല്ലിക്കൊണ്ട് കഴുമരത്തിലേക്ക് നീങ്ങുകയാണ്. അടിയറ വച്ചിട്ടില്ല, വമസ്തകാനു, അവർ കീഴടങ്ങിയിട്ടില്ല. ഈ ഒരു ചെറിയ രാട്ടത്തിന് മുന്നിൽ അല്ലെങ്കിൽ 1-2 രാട്ടത്തിന് മുന്നിൽ കീഴടങ്ങി എന്നത് മാത്രമാണ് ഇന്നത്തെ മുസ്ലിമീങ്ങൾ ചെയ്ത തെറ്റ്. നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തും 100 കണക്കിന് മഹാരഥന്മാർ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച മഹാനായ വാരിയം കുന്നത്ത് അഹമ്മദാജി അടക്കമുള്ളവർ കീഴടങ്ങാത്ത ഉജ്ജ്വലമായ ധീരോദാത്തമായ പോരാട്ടത്തിന്റെ ഉദാഹരണമാണ്. വാരിയംകുന്നത്തിനോടും അവർ ചോദിച്ചു, എന്താണ് വാരിയംകുന്നത്തെ അവസാനമായി പറയാനുള്ളത്? പിന്മാറാൻ തയ്യാറാണോ? ഒരു മാപ്പെഴുതാൻ തയ്യാറാണോ? ഞങ്ങൾ രക്ഷപ്പെടുത്താം. വാരിയംകുന്നത്ത് പറഞ്ഞു, ഇല്ലടാ, ധിക്കാരികളുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ഓച്ചാനിക്കുന്ന പ്രശ്നമില്ല, പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്. എന്നെ വെടിവെക്കുമ്പോൾ 2 ആഗ്രഹമുണ്ട്. ഒന്ന് നിങ്ങൾ എൻ്റെ മുഖം മറക്കരുത്, എൻ്റെ കണ്ണ് നിങ്ങൾ കെട്ടരുത്. മറ്റൊന്ന്, എന്നെ പിന്നിൽ നിന്ന് വെടിവെക്കരുത്. എത്ര ധീരതയാണ് നമ്മുടെ പൂർവികർക്ക്! എൻ്റെ പിന്നിൽ നിന്ന് നിങ്ങൾ വെടിവെക്കരുത്. ചരിത്രത്തിൽ കുഞ്ഞഹമ്മദ് ഹാജി വാരിയംകുന്നത്ത് പിന്നിൽ നിന്ന് വെടികൊണ്ടവനായാൽ പേടിച്ചോടിയവനാണ് എന്ന് ഒരുപക്ഷെ ചരിത്രം രേഖപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് എൻ്റെ മുന്നിൽ നിന്ന് നെഞ്ചത്തേക്ക് വെടിവെക്കണമെന്ന് പറഞ്ഞ് നെഞ്ച് വരിച്ച് കാണിച്ചു കൊടുത്ത വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കേരളത്തിലെ മുസ്ലിമീങ്ങളെ നമുക്ക് പ്രചോദനമല്ലേ? ഉമർ മുഖ്താർ നമുക്ക് പ്രചോദനമല്ലേ? തൂക്കുമരത്തിൽ നിന്ന് അവസാന നിമിഷവും രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ട് ധിക്കാരികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞ മഹാനായ ഉമർ മുഖ്താർ, തൂക്കുമരത്തിലേക്ക് നടന്നുപോയ ഉമർ മുഖ്താർ നമുക്ക് കീഴടങ്ങാത്ത ധീരമായ പോരാട്ടത്തിന്റെ പ്രചോദനമല്ലേ? മഹാനായ ഷഹീദ് സയ്യിദ് ഖുത്ബ് കടുമരത്തിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ധീരതയോടുകൂടി നടന്നുപോയ സയ്യിദ് ഖുത്ബ് സത്യവിശ്വാസികളെ നമുക്ക് പ്രചോദനമല്ലേ?
മഹാനായ സയ്യിദ് അബുൽ അഅല മൗദൂദിയെ ജയിലിലടക്കപ്പെട്ടപ്പോൾ വധശിക്ഷ വിധിക്കപ്പെട്ട് പാകിസ്ഥാനിൽ മുഴുവനും ശക്തമായ ജനകീയ പ്രക്ഷോഭമുണ്ടായപ്പോൾ അന്നത്തെ ഗവൺമെന്റ് പറഞ്ഞു, രാഷ്ട്രപതിക്ക് ഒരു ദയാഹർജി കൊടുക്ക്, നിങ്ങളെ ഞങ്ങൾ വിട്ടയക്കാം. ജനങ്ങളുടെ ശല്യം സഹിക്കാവയ്യാതെ വന്നപ്പോൾ ഗവൺമെന്റിന് പോലും പറയേണ്ടി വന്നെങ്കിൽ, ഞാൻ കുറ്റവാളിയാണെങ്കിൽ നിങ്ങൾ എന്നെ തൂക്കിലേറ്റുക, ഞാൻ കുറ്റവാളി അല്ലെങ്കിൽ എൻ്റെ റബ്ബ് രക്ഷിച്ചോളും, റബ്ബ് നോക്കിക്കോളും എന്ന് പറഞ്ഞ് കീഴടങ്ങാൻ ഒരുക്കമില്ലാത്ത സയ്യിദ് അബുൽ അഅല മൗദൂദി നമുക്ക് പ്രചോദനമല്ലേ മുഅ്മിനീങ്ങളെ? ഇങ്ങനെ എത്രയെത്ര നാം ബംഗ്ലാദേശിലേക്ക് പോയാൽ എത്രയോ നേതാക്കന്മാർ ഇക്കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ കീഴടങ്ങാത്ത ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ കഥ നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ വസുൽസിലൂ ഹത്താ يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. أم حسبتم, നിങ്ങൾക്ക് വിചാരമുണ്ടോ? വിശ്വാസികളോട് അല്ലാഹു തആല എന്റെയും നിങ്ങളുടെയും നെഞ്ചിൽ തറക്കേണ്ട ചോദ്യമാണ്. അം ഹസിബത്തും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് ഓടിക്കളയാമെന്ന്, സ്വർഗത്തിലേക്ക് അങ്ങ് ഓടിപ്പോകാം എന്ന തോന്നലുണ്ടോ നിങ്ങൾക്ക്? വിചാരമുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുണ്ടായ സമുദായങ്ങൾക്ക് നേരിടേണ്ടി വന്നതുപോലുള്ള പരീക്ഷണങ്ങളൊന്നുമില്ലാതെ സുഖസുന്ദരമായി ദിക്റുകളും കേവലം നിസ്കാരങ്ങളും തസ്ബീഹുകളും തഹ്ലീലുകളും മാത്രമായി പരീക്ഷണങ്ങളില്ലാതെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, അവർക്ക് എന്താ സംഭവിച്ചത്? കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളും പരീക്ഷണങ്ങളും അവർ സ്പർശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നുമില്ലാതെ, ഒരു നിലക്കുമുള്ള പരീക്ഷണവുമില്ലാതെ സ്വർഗത്തിൽ പോകാമെന്നാണോ വിചാരിക്കുന്നത്? എത്രത്തോളം അല്ലാഹു അവരെ പരീക്ഷിച്ചെന്നറിയോ? വസുൽസിലൂ, അവർ വിറപ്പിക്കപ്പെട്ടു. ഹത്താ യഖൂലർ റസൂൽ, അന്ന് അവരോടൊപ്പമുള്ള പ്രവാചകൻ ദൈവദൂതൻ ചോദിച്ചു പോവുകയാണ്, വല്ലദീന ആമനൂ മഅഹു, ആ റസൂലിനോടൊപ്പമുള്ള ഓരോ കാലഘട്ടത്തിലും പോരാട്ടം നയിക്കുന്ന റസൂലിനോടൊപ്പമുള്ള സത്യവിശ്വാസികളും ചോദിക്കുകയാണ്, മത്താ നസ്റുല്ലാഹ്, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം? എന്തൊരു പരീക്ഷണമാണിത്! ഞാൻ ഒരു നിലക്ക് വലിയ സന്തോഷവാനാണ്. അള്ളാഹു നമ്മളെയും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അല്ലാഹു തആല നമുക്ക് സ്വബർ പ്രദാനം ചെയ്യുമാറാകട്ടെ. കേവലം നമ്മുടെ ഭൗതികമായ നമ്മുടെ ജീവിതത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ട് മാത്രമല്ല മുഅ്മിനീങ്ങളെ നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാഹു തആല പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷിക്കുമ്പോൾ അതിൽ നമുക്ക് സ്വബർ വേണം, സഹിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സ്. ഈ നോമ്പിലൂടെ, നോമ്പിന്റെ ആരാധനാ കർമ്മങ്ങളിലൂടെ അങ്ങനെ ഒരു കരുത്തുള്ള മനസ്സ്, ഈമാന് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. ബദർ യുദ്ധത്തിൽ എത്രയോ മനോഹരമായ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ബദറിൽ മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു ആദ്യം യുദ്ധത്തിനിറങ്ങിയ, ആദ്യമായി പോരാട്ടത്തിനിറങ്ങിയ 3 പേരിൽ ഒരാളാണ്. ഹംസ റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ താലിബ് തങ്ങളും ഉബൈദത്ത് റളിയല്ലാഹു അൻഹുമാണ് ആദ്യമായി ബദറിൽ ദ്വന്ദ്വ യുദ്ധത്തിനിറങ്ങിയത്. അങ്ങനെ ശരീരമാസകലം വെട്ടേറ്റു, ശരീരമാസകലം മുറിവുകളാണ്. ആരുടെ? ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ. അങ്ങനെ ഉബൈദത്ത് തങ്ങളെ ഹംസ റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ താലിബ് തങ്ങളും കൂടി താങ്ങിയെടുത്തുകൊണ്ട് അടർക്കടത്തിൽ തളർന്നു വീണ് ക്ഷീണിതനായി മുറിവേറ്റ് വീണ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ താങ്ങിയെടുത്ത് റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നു. റസൂലിന്റെ മടിയിൽ കിടത്തി. റസൂലിന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് ഷഹാദത്ത് വരിക്കുന്നത്. ആ സമയത്തും ശരീരമാസകലം മുറിവേറ്റിട്ടും ഉബൈദത്ത് റളിയല്ലാഹു അൻഹു കരയുകയാണ്. മുറിവേറ്റ വേദനയല്ല, ശരീരമാസകലം വെട്ടേറ്റ വേദനയല്ല. എന്തിനാ കരയുന്നത്? അവിടുന്ന് ഒരൊറ്റ കാര്യമേ അറിയേണ്ടതുള്ളൂ. വഞ്ചക്കളം വിട്ടൻ പിരിന്തോന്നാനേ, വെളിച്ചേർ ഷഹീദാമോ അനാപ്പൻ മോനെ. അള്ളാഹിന്റെ റസൂലിൽ നിന്ന് ഒരു കാര്യമേ അറിയേണ്ടതുള്ളൂ.
റസൂലെ വളരെ മോഹിച്ചും ആഗ്രഹിച്ചും കൊതിച്ചുകൊണ്ടാണ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് വീണത്, ചാടിയത്. ശരീരമാസകലം വെട്ടേറ്റു. പക്ഷേ യുദ്ധഭൂമിയിൽ ഞാൻ ഷഹാദത്ത് വരിച്ചിട്ടില്ല. ഇനി ഇവിടെ വെച്ചെങ്ങാനും എൻ്റെ റൂഹ് പിടിക്കപ്പെട്ടാൽ എനിക്ക് ഷഹാദത്തിന്റെ പ്രതിഫലമുണ്ടോ റസൂലെ എന്നാണ് ചോദ്യം. അള്ളാന്റെ റസൂല് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ ഷഹീദാണ്. അത് കേൾക്കേണ്ട താമസം പറഞ്ഞു, ഇനി എൻ്റെ കാലുകൾ അവർ മുറിച്ചെടുക്കട്ടെ, എൻ്റെ കണ്ണവർ തുരന്നെടുക്കട്ടെ, എൻ്റെ കൈകൾ അവർ വെട്ടിമാറ്റട്ടെ, എൻ്റെ നാവ് അവർ പിഴുതെടുക്കട്ടെ. ഇനി ഏത് കോലത്തിൽ അവരെന്നെ വെട്ടി നുറുക്കിയാലും ഞാൻ ഒരു മുസ്ലിമാണ്. അള്ളാഹുവിൽ നിന്ന് ഉന്നതമായ ഒരു ജീവിതമാണ് ഈ ഉബൈദത്ത് പ്രതീക്ഷിക്കുന്നത് എന്ന് ബദറിന്റെ രണാങ്കണത്തിൽ പറഞ്ഞ മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പ്രചോദനമാണ്. ജീവിക്കാൻ എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഉണ്ടായിട്ടും മഹാന്മാരായ സഹാബത്ത് ദീനിന് വേണ്ടി ബദറിലും ഉഹദിലും ഖന്തക്കിലും ഖൈബറിലും അടക്കം അവിടെ നിന്നുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പരിശുദ്ധ ദീനിന് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടാൻ തയ്യാറായെങ്കിൽ നമ്മളൊക്കെ ഒരു പണിയുമില്ലാതെ ഒരു പരീക്ഷണവുമില്ലാതെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് ഓടിപ്പോകാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. റബ്ബ് നമ്മളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ബദറിന്റെ ദിനത്തിൽ മുസ്ലിം ലോകം വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ഈമാനാർജിക്കാൻ ഈ പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ കൂടുതൽ പ്രാർത്ഥനാ നിർഭരമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കണം. ഞാൻ ഈ പരീക്ഷണത്തെ ചെറുതായി കണ്ടതല്ല, അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അള്ളാഹിന്റെ പരീക്ഷണം വരും. ആ പരീക്ഷണം താങ്ങാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അത് താങ്ങാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മൾ എണ്ണത്തിൽ ഒരുപാടുണ്ടാവണമെന്നില്ല. ഈമാൻ ഉണ്ടെങ്കിൽ, ബദർ നമ്മളോട് പറഞ്ഞത് അതാണ്, ഈമാൻ ഉണ്ടെങ്കിൽ വളരെ മൂന്ന് ഇരട്ടി വരുന്ന സൈന്യത്തെ, ഞാൻ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് തറാവീഹിന് ശേഷം ബദറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രഭാഷണങ്ങളും ഒക്കെ ഉണ്ട്, നമ്മൾ പങ്കെടുക്കണം. അങ്ങനെ ബദറിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വലിയ പരീക്ഷണം തന്നെയാണ്, ചെറുതൊന്നുമല്ല, വലിയ പരീക്ഷണം തന്നെയാണ്. ഐക്യത്തോടും കെട്ടുറപ്പോടും ഒരുമയോടും നിന്നു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തകർക്കപ്പെടാവുന്നതേ ഉള്ളൂ. നമ്മുടെ ശത്രുക്കൾ അല്ല, നീതിയുടെ ശത്രുക്കൾ, ലോകത്തിന്റെ ശത്രുക്കൾ, സത്യത്തിന്റെ ശത്രുക്കൾ. പക്ഷേ ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് റബ്ബ് സുബ്ഹാനഹു വ തആല ലോക നേതൃത്വത്തിന്, മുസ്ലിം ഉമ്മത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.